എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന തീരുമാനമാണെങ്കിൽ അമ്മാളുവിനെ ഇനി നിങ്ങൾ കാണില്ല. നിരഞ്ജന അമ്മാളുമായി കൂടുതൽ അടുക്കുന്നത് ഫൈസിക്ക് ഇഷ്ടമാകുന്നില്ല. അച്ചുവേച്ചി എവിടെന്നെങ്കിലും അച്ഛൻ കണ്ടുപിടിച്ചാ മതി. അർച്ചന തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ എവിടെയാണെങ്കിലും ഒന്ന് ഫോൺ ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരിക്കും. കൂടുതൽ നേരം നീ ഇവിടെ താളം ചവിട്ടണ്ട. 14 ദിവസത്തിനകം പണം മുഴുവൻ തരണമെന്ന് വിശ്വനാഥൻ രാജപ്പനോട് പറയുന്നു. രാത്രി മഴ തുടരുന്നു. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ രായപ്പഞ്ചേട്ടന്റെ കാര്യങ്ങള്. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നടാ. അയാളെ വിളിച്ചു വരുത്തിയപ്പോഴേ അത് പ്രതീക്ഷിച്ചാ ഞാൻ ചെന്നേ. അയാൾ പറഞ്ഞതെല്ലാം അനുസരിച്ചവനാ ചേട്ടൻ. ഒരു പിഴ പറ്റിപ്പോയത് ആ പെണ്ണിന്റെ കാര്യത്തിലാ. അവിടെ കൊണ്ടെല്ലാം തീർന്നില്ലേ? രാജപ്പൻ വിശ്വസിക്കാൻ കുളത്തോടാണെന്ന് തെളിഞ്ഞില്ലേ? കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിടി ചേട്ടാ. ഈ കുരുക്കിന്നങ്ങനെ രക്ഷപ്പെടാന്ന് ആലോചിക്കും. ആലോചിക്കാൻ എന്തിരിക്കുന്നു? അയാളെന്ന കാശ് മുഴുവനും തിരിച്ചു കൊടുക്കണം. വീടും പറമ്പൊന്നും വിൽക്കാനൊന്നും ചേട്ടൻ തയ്യാറാവരുത്. നിങ്ങളെ കുടിയൊഴിപ്പിച്ചതിന് തന്ന നഷ്ടപരിഹാരമാ അത്. അതിനങ്ങനെ വേണം കാണാൻ. ചേട്ടൻ അതിന് തയ്യാറായതുകൊണ്ടാ അയാളുടെ മോന്റെ കല്യാണം നടന്നത്. അത് ആവശ്യപ്പെടാൻ അയാൾക്ക് യോഗ്യതയില്ലെന്ന് ചേട്ടൻ പറയണം. പിന്നെ ചേട്ടൻ കൈപ്പറ്റിയത് പെണ്ണിന്റെ കല്യാണ ചെലവിന് വാങ്ങിച്ച 15 ലക്ഷം രൂപയാ. കല്യാണം നടക്കാത്ത നിലയ്ക്ക് ആ കാശിന് മാത്രമേ അയാൾക്ക് അർഹതയുള്ളൂ. ചേട്ടൻ വാക്ക് തെറ്റിച്ചതും ആ ഒരു കാര്യത്തിലാണ്. പെണ്ണ് ചേട്ടന്റെ കയ്യിൽ നിന്ന് പോയെങ്കിലും അവളുടെ കല്യാണം കഴിഞ്ഞെന്ന വിശ്വാസത്തിലല്ലേ അവര്. അതെ, സത്യം പറഞ്ഞ ആ പണത്തിനും ഇനി അവർക്ക് അവകാശം പറയാൻ പറ്റില്ല. അവരാവശ്യപ്പെട്ടതൊക്കെ ചേട്ടൻ ചെയ്തില്ലേ? ഗർഭത്തിന്റെ കാര്യത്തിൽ വിശ്വാസവഞ്ചന വന്ന് പോയില്ലേ? ആ ബ്ലേഡ് കുര്യാക്കോസിന്റെ കയ്യിൽ 15 ലക്ഷം ഏൽപ്പിച്ചിരിക്കുകയല്ലേ? ആ പൈസ ചേട്ടൻ വേണ്ടെന്ന് വെക്ക്. അത് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി ആ SP യുടെ തൊള്ളയെ കൊണ്ട് വെച്ചോളൂ. കാശ് കൊടുത്തിട്ട് വീടും പറമ്പും തരാൻ പറ്റില്ലെന്ന് കട്ടായാൻ പറയണം. അയാൾ അതുകൊണ്ടടങ്ങും. നീ പറഞ്ഞതാടാ ശരി. 15 ലക്ഷം കൊണ്ട് അയാളെ എനിക്ക് ഒതുക്കണം. നീ വാ. എന്താ വന്ന് കിടക്കുന്നത്? സുഖമില്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല ചേച്ചി. കാലില് കുറേശ്ശെ നീര് വന്നിട്ടുണ്ട്. എനിക്കും ഇതേ അവസ്ഥയായിരുന്നു. 2 കാലിന്റെ പാദത്തിൽ നീര് വരും. കാല് തൂക്കിയിട്ടിരിക്കാതിരുന്നാ മതി. നീര് വന്ന നിലയ്ക്ക് ഡോക്ടറെ ചെന്ന് കാണേണ്ടത് അത്യാവശ്യമാ. ഞാൻ എന്ത് പറഞ്ഞാലും കാർത്തിയാനിക്ക് മനസ്സിലാവില്ല. കളിയാക്കല. പ്രസവവേദന തുടങ്ങുമ്പം നേരെ ചെന്നങ്ങ് പ്രസവിച്ച് കുഞ്ഞുമായിട്ട് തിരിച്ചു പോരാവുന്ന മട്ടാവക്ക്. അതൊക്കെ അറിയണമെങ്കിൽ ഒന്ന് പ്രസവിക്കണം. എനിക്കറിയില്ല അർച്ചനെ, നേരത്തിനും കാലത്തിനും അവള് വരുമെന്ന്. ചേച്ചി ഒന്ന് വിളിച്ചു നോക്ക്. അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. എന്താ അമ്മേ? മോളെ ഉച്ചയ്ക്ക് ഇനി പോരും കേട്ടോ. എന്തിനാമ്മേ? അത് പിന്നെ ഉച്ചയ്ക്ക് തന്നുവിടാനൊന്നുമില്ല. മറ്റുള്ളവർ കഴിക്കുമ്പോൾ നീ നോക്കിയിരിക്കണ്ടേ? തേയിലപ്പൊടിയും പഞ്ചാരയൊക്കെ തീർന്നു. ഒരു പൊടി അരി പോലും ഇവിടെ ഇരിപ്പില്ല. അമ്മ ഇതൊന്നും നേരത്തെ പറയാത്തതെന്താ? പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ആരോട് പോയി കടം ചോദിക്കാനാ? അല്ലെങ്കിൽ തന്നെ എത്ര നാൾ കടം മേടിച്ച് അരി വാങ്ങിക്കും? ഇക്കണക്കിന് പോയ എല്ലാവർക്കും കൂടി വല്ല കടുങ്കയും ചെയ്യേണ്ടി വരും. ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും അങ്ങ് പോട്ടെ. നാളെ മുതലുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. ആ പിന്നെ അച്ഛൻ വന്ന് എന്തെങ്കിലും തന്നാ അമ്മ കൈ നീട്ടരുത്. ഓ, അത് തന്നത് തന്നെ. അച്ഛന്റെ കയ്യിൽ നിന്ന് നമുക്കൊന്നും വേണ്ട. നീ എന്ത് ചെയ്യാനാ പോകുന്നേ? നമ്മൾ എന്തായാലും പട്ടിണി കിടക്കില്ല, അത് ഞാൻ ഉറപ്പു തരാം. അവളെ തയ്യക്കടയിലെ ചേച്ചിയോട് കടം വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. ജോലിക്ക് കയറുന്നതിന് മുമ്പ് ആരും കടം കൊടുക്കില്ല മോളെ. നമ്മുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഇല്ലേ? അമ്മ അതിലൊന്ന് കൊണ്ടുപോയി പണയം വെക്ക്. രേവതിക്ക് ശമ്പളം കിട്ടുമ്പോ എടുക്കാമല്ലോ. ആ വിവരം അങ്ങനെ അറിഞ്ഞാ പിന്നെ അത് മതി. എന്തായാലും രേവതി പോയിട്ട് വരട്ടെ. ഇനി അവള് പറയുന്നത് കേട്ട് ജീവിക്കാനേ നമുക്ക് പറ്റൂ.
ആ ഞാൻ വരുവാ. കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നേ. കുര്യാക്കോ സാറേ, ഇതാര്, രാജപ്പനോ? എന്തൊക്കെയുണ്ട് രാജപ്പ വിശേഷങ്ങള്? തരക്കേടില്ലാതെ പോകും സാറേ. ഞാൻ ബാഗ് ചെത്തിരുന്നു, അപ്പോ തുറന്നിട്ടില്ല. ഓ, അത് ബാങ്ക് എന്നൊന്നും പറയാൻ പറ്റില്ലെന്നേ. ഓഫീസ് മാതിരി ഞാൻ അവിടെ ഇരിക്കുന്നതല്ലേ. കുറച്ച് ഭൂമി ഒത്തു വന്നിട്ടുണ്ട്. നാളെ സാറാ കാശ് തിരിച്ചു തരണം. അത് പിന്നെ ഏത് കാശിന്റെ കാര്യമാ രാജപ്പൻ പറയുന്നേ? സാറെന്താ അങ്ങനെ ചോദിച്ചേ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിച്ചതാ. ഞാനാകെ വട്ടുപിടിച്ച് നിൽക്കുക. 15 ലക്ഷം രൂപ സാറിനെ ഏൽപ്പിച്ച കാര്യം മറന്നോ? ഓ, ആ 15 ലക്ഷം രാജപ്പനത് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. പക്ഷെ കൃത്യമായി പലിശയും തന്നു. ഹൈവേന്ന് എങ്ങനെയോ രാജപ്പന്റെ അയ്യവെന്ന് പെട്ടതാണെന്ന് എനിക്കറിയാമായിരുന്നു. അല്ലാതെ എങ്ങനാ രാജപ്പന് ഇത്രയും കാശുണ്ടായത്? സാർ അതും ഇതും പറയാൻ എന്റെ കാശ് തന്നേക്ക്. അപ്പോ ഈ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും രാജപ്പൻ അറിയുന്നില്ലേ? രാജപ്പൻ എന്നെ ഏൽപ്പിച്ച 1000ന്റെ കറൻസി സർക്കാർ മരവിപ്പിച്ചു. രാജപ്പനെ പോലുള്ളവർ തരുന്ന കള്ളപ്പണം വെച്ചുള്ള കളിയായിരുന്നല്ലോ എന്റേത്. ഇതൊക്കെ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടിടാൻ എനിക്ക് പറ്റുമോ? ഇനി രാജപ്പന് 15 ലക്ഷം രാജപ്പന്റെ അക്കൗണ്ടിൽ കൊണ്ടിടാൻ പറ്റുമോ? ചുരുക്കി പറഞ്ഞ നമ്മളെ പോലുള്ള കള്ളപ്പണക്കാരുടെ അടപ്പ് തെറിച്ചു. പിന്നെ ഞാനൊരു പൗൾട്രി ഫാം തുടങ്ങാനുള്ള സ്ഥലം നോക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നേ? ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയ കാശാ അത്. എനിക്കിന്റെ പണം തിരിച്ചു കിട്ടണം, ഇല്ലെങ്കിൽ താൻ വിവരം അറിയും. ഞാൻ എന്ത് വിവരം അറിയുന്ന രാജപ്പൻ പറയുന്നേ? കയ്യിലുണ്ടായിരുന്ന 1000ന്റെ 500ന്റെ നോട്ടുകള് കത്തിച്ചു കളയാൻ മനസ്സനുവദിക്കാത്തതുകൊണ്ട് കണ്ട അമ്പലങ്ങളുടെയും പള്ളികളുടെയും കാണിക്ക വഞ്ചി കൊണ്ടിട്ടിട്ട് തലയുരുട്ടി നിൽക്കുവാ ഞാൻ. ജീവനോട് വച്ചേക്കിടാം. രാജപ്പ, ആവേശം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. വളഞ്ഞ വഴിക്ക് കയ്യിൽ വന്ന കാശ് മറ്റൊരു വഴിക്ക് പോയി. എന്നെ തല്ലിയാലോ കൊന്നാലോ മടക്കി തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. ആ കാശ് ഒരു ലോറി ഡ്രൈവറായ നിന്റെ കയ്യിൽ കിട്ടിയതിന് തെളിവില്ല. നീ എന്റെ കയ്യിൽ തന്നതിനും തെളിവില്ല. കള്ളപ്പണത്തിന്റെ സ്വഭാവം അതാ. അതിന് നേരെന്നറിയില്ല. രാജപ്പൻ അതങ്ങ് മറന്നേ. ചേട്ടാ, എന്റെ കാശ് നിന്റെ കയ്യിൽ ഞാൻ വാങ്ങൂടാ. വിട്. എന്റെ കുടുംബത്തിന്റെ വിലയാടാ അത്. നീ ചെന്ന് കേസ് കൊടുക്കടാ. ആദ്യം ആവത്താൻ പോകുന്നത് നീയാ. രാത്രി ഹൈവേന്ന് ആരെന്നോ തട്ടിപ്പറിച്ച കാശല്ലടാ അത്. നീ അത് പോലീസിൽ പറയേണ്ടി വരൂടാ. നീ എന്താണ് ഈ പറയുന്നത്? നിന്നെ ഞാൻ വേണ്ട, വിടടാ. എന്റെ കാശ്. അയ്യോ, എന്റെ ദൈവമേ. എന്റെ കാശ് പോയടാ. അയ്യോ, കാശ് പോയടാ. കാശല്ലേ പോയോളൂ. എന്തൊരു റോഡായത്. ബാഗ് ഇങ്ങോട്ട് എടുക്ക. പതുക്കെ ഇറങ്ങി വാ. എന്നെ പിടിക്കണ്ടേ ചേച്ചി? പതുക്കെ പോ. എന്തു പറഞ്ഞു? ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. ഈ സമയത്ത് ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുന്നത് തന്നെ അപകടം. അത്യാവശ്യത്തിന് ഓട്ടോയിലൊക്കെ പോകാം. കാർ കിട്ടാത്തോണ്ടല്ലേ. വേറെ വിശേഷം വല്ലതും ഉണ്ടോ? അയ്യോ, ഡോക്ടറെ വിശേഷം ചോദിക്കാൻ പറ്റില്ല. എന്റെ പൊന്നു ചന്ദ്രി, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇവളെ പേടിപ്പിക്കാതെ. ഡോക്ടർ നന്നായിട്ട് പരിശോധിച്ച ഇവക്കൊരു ഏനക്കേട് ഇതുവരെ ഇല്ലെന്ന് പറഞ്ഞു. നീയായിട്ട് ഓരോന്ന് ഉണ്ടാക്കാതിരുന്നാ മതി. വാ മോളെ, വന്ന് കുറെ നേരം കിടക്ക്. വാ. ഓ, ഈ ചന്ദ്രയുടെ ഒരു കാര്യം. കുറച്ചു നേരം നീ ഇവിടെ കിടക്ക്. കുടിക്കാൻ എന്താ വേണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട ചേച്ചി, ഞാൻ അങ്ങോട്ട് വന്നോളാം. എടി പെണ്ണെ, അവളുടെ വാക്കും കേട്ട് നീ സദാസമയം കയറി കിടക്കരുതേ. എണ്ണിച്ചിരിക്കടി. ഡോക്ടർ പറഞ്ഞത് നീ കേട്ടല്ലോ.
തെന്മലയിലെ ഡോക്ടർ പറഞ്ഞത് തന്നെ ഇപ്പൊ നെടുമങ്ങാട്ടെ ഡോക്ടറും പറഞ്ഞത്. നിനക്കിപ്പൊ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാര് പറയുന്നതാ ശരി. അവര് പറയുന്നതേ നമ്മൾ വിശ്വസിക്കാവൂ. നിനക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ എപ്പോഴും ഇങ്ങനെ കിടന്നാലേ പ്രസവം കയറി കടുക്കും. ഞാനങ്ങനെ അധികം കിടക്കാറില്ല ചേച്ചി. ചന്ദ്രി ഒരു മനസ്സുറപ്പില്ലാത്ത പെണ്ണ. അവള് പറയുന്ന ഒന്നും കേട്ട് നീ പേടിക്കരുത്. ഇനി നമ്മൾ ആശുപത്രി പോകുന്നത് പ്രസവ ഡേറ്റിനടുത്താ. നെടുമങ്ങാടത്തെ ആശുപത്രിയിൽ പോകാൻ പറ്റത്തില്ല. പ്രസവം തിരുവനന്തപുരത്ത് മതി. രായപ്പൻ നിന്നെ ദ്രോഹിക്കാനാ ഓടി നടക്കുന്നത്. ഞാൻ കഷ്ടപ്പെടുന്നത് നിന്നെ രക്ഷിക്കാൻ. എനിക്കതറിയാം ചേച്ചി. നിന്നെ വെച്ച് രായപ്പൻ വീടും പറമ്പൊക്കെ വാങ്ങി. അതും പോരാഞ്ഞിട്ടാ നിന്റെ കൊച്ചിനെ വിറ്റിട്ട് ലക്ഷങ്ങൾ വാങ്ങാൻ നടക്കുന്നത്. എനിക്ക് നീ ആരുമല്ല. പക്ഷേ നിനക്ക് വേണ്ടി ഞാൻ മുടക്കുന്ന കാശിന് കണക്കുമില്ല. ദേ ഇപ്പൊ തന്നെ ഓട്ടോയും കൊണ്ട് ഞാനും ആംബ്രോസും ഇത്രയും ദൂരം വന്നില്ലേ. പിന്നെ പറ്റുവാണെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങണം. ഓട്ടോയിൽ പോയി ബുദ്ധിമുട്ടണ്ട. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല. ചേച്ചി പതുക്കെ ഇരിക്കാം. ജെയിംസ്, എന്താ മാഡം? അമ്മാളുവിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുണ്ടോ? ഇനി ഇവിടെ കിടത്താൻ പറ്റില്ല മാഡം. ഷുഗറും ബി പിയും കൂടിക്കൊണ്ടിരിക്കുക. ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതാ എല്ലാം കൊണ്ടും സേഫ്. ഞാൻ എന്തായാലും ഫൈസിയോട് സംസാരിക്കാം. മാഡം ചായ കുടിക്ക. അമ്മാളുവിന് കൊടുക്ക്. അവള് ചായ കുടിക്കില്ല മാഡം, പാലും കുടിക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അക്കാവിടെ ഒരു കാര്യം சொல்ல വേണോ. അതിനെന്താ മോള് പറഞ്ഞു. വാ റൂമിലേക്ക് പോവാം. പതുക്കെ ഇരിക്കേ. എന്താ നിനക്ക് എന്നോട് പറയാനുള്ളേ? അക്ക എനിക്കൊരു ഉദവി പണണോ. നിന്നെ സഹായിക്കാനല്ലേ ഞാൻ ഓടി വരുന്നത്. നീ എന്തായാലും പറ, നിന്നെ ഞാൻ സഹായിക്കാം. என் குழந்தை மேல எனக்கு ஆசையா இருக்கு. எனக்கு அது வேணான்னு எனக்கு தோணல. என் குழந்தை எனக்கு வேணும். அதனால யாருக்கும் விட்டு கொடுக்க மாட்டேன். வீட்டு வேலை செஞ்சு என் குழந்தை நான் காப்பாத்துவேன். என் குழந்தை நான் யாருக்கும் கொடுக்க மாட்டேன். அக்கா தான் எனக்கு உதவி பண்ணணும். எனக்கு உதவி பண்ண மாட்டீங்களா? നിനക്ക് പ്രായം 17 ആയിട്ടുള്ളൂ. അച്ഛനില്ലാത്ത കുഞ്ഞിനെ നീ എങ്ങനെ വളർത്തും? വേല സെഞ്ചു വളർക്ക വെപ്പ. അക്ക എനിക്കൊരു വേല വാങ്ങി കൊടുക്കണമെന്ന് சொல்லிருக்கறല്ലേ. അതുകൊണ്ട് നിനക്ക് ജീവിക്കാനല്ലേ പറ്റൂ. നീ ഒരു കുഞ്ഞിന്റെ അമ്മയാണെന്ന് അറിഞ്ഞാ നിനക്കാരാ പണി തരുന്നേ? നീ കുഞ്ഞിനെ വളർത്തുന്നുണ്ടെന്നറിഞ്ഞാ കുഞ്ഞിന്റെ അച്ഛന്റെ ആൾക്കാർ അടങ്ങിയിരിക്കില്ല. ഞാൻ ഈ ഊർക്ക് പോവാൻ. നിനക്കവിടെ ആരാ ഉള്ളത്? നിന്റെ കുഞ്ഞിനെ വല്ല ഭിക്ഷക്കാരും കൊണ്ടുപോകും. ഇപ്പൊ ഈ കുഞ്ഞിനെ നീ ഓഫനേജിൽ കൊടുത്താ മക്കളില്ലാത്ത ആരെങ്കിലും അതിനെ ദത്തെടുക്കും. അവർ നിന്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തും. നിനക്ക് എവിടെയെങ്കിലും ജോലിക്ക് നിൽക്കാം. നീ അടുക്കളപ്പണിയൊന്നും ചെയ്യണ്ട. ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിനക്കൊരു ജോലി ഞാൻ വാങ്ങിത്തരാം. നിനക്കൊരു കുടുംബജീവിതം കിട്ടും. അതിനുള്ള പ്രായം നിനക്കായിട്ടുള്ളൂ. നിന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ നിനക്ക് കഴിയില്ല. അതിനെ വല്ല ഭിക്ഷക്കാരും കൊണ്ടുപോകണോ, അതോ മറ്റാരുടെങ്കിലും കുഞ്ഞായി അത് നല്ല നിലയിൽ ജീവിക്കണോ? നീ തീരുമാനിക്ക. ഈ അവസ്ഥയിൽ നിനക്കത് തോന്നും. എനിക്ക് പഠിക്കണം. പതുക്കെ കിടന്നു. அக்கா எனக்கு உதவி பண்ண மாட்டீங்களா?
രേവതി ഇറങ്ങുന്നില്ലേ? ഇതൊന്ന് കഴിഞ്ഞോട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞങ്ങൾ പോട്ടേച്ചി. നാളെ കുറച്ച് നേരത്തെ വരണേ. കല്യാണ ഡ്രസ്സ് നാളെ കൊടുക്കാന്നാ പറഞ്ഞത്. വരാൻ ചേച്ചി. രേവതി തയ്ച്ചു കൊടുത്ത ചുരിദാർ അവർക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെ ചെയ്തു കൊടുത്താലും കുറ്റം പറയുന്ന കൂട്ടരാ. ഇന്നൊരു നല്ല വാക്ക് കേട്ടു. ഏത് ഡ്രസ് ഇട്ടാലും അതിനൊരു സുഖം വരണം. അതില്ലാതെ വരുമ്പോഴാ ആൾക്കാർ കുറ്റം പറയുന്നത്. രേവതി കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു. വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ടാ ഞാൻ വന്നത്. അച്ഛൻ ഓട്ടത്തിന് പോയാ 2-3 ആഴ്ച കഴിഞ്ഞേ വരൂ. അനിയത്തിയുടെ പഠിപ്പ് നോക്കുന്നത് ചേച്ചിയാ. വീട്ടുചെലവ് കൂടി അവളോട് ചോദിക്കുന്നത് എങ്ങനാ? അച്ഛനൊന്നും തരില്ലേ? അച്ഛന്റെ കയ്യിലൊന്നും കാണില്ല. മദ്യപിക്കുന്ന ആളാണല്ലേ? പിന്നെ വീട്ടിലൊന്നും കിട്ടില്ല. വളരെ ബുദ്ധിമുട്ടില്ല ചേച്ചി. ഇങ്ങോട്ട് വന്ന ഉടനെ ചേച്ചിയോട് അഡ്വാൻസ് ചോദിക്കാനും കഴിയില്ലല്ലോ. പക്ഷെ രേവതിയുടെ വീട്ടുകാര്യങ്ങൾ നടന്നു പോണ്ടേ? രേവതിക്ക് ഇപ്പൊ എത്ര രൂപയാ വേണ്ടത്? 2000 രൂപ കിട്ടിയാ കുറച്ച് ദിവസത്തെ കാര്യങ്ങൾ നടക്കും. രൂപ ഞാൻ തരാം. വലിയ ഉപകാരം ചേച്ചി. പക്ഷേ അഡ്വാൻസ് കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്റെ ശീലം. കൃത്യം 30-ാം തീയതി ശമ്പളം തരും. അഡ്വാൻസ് വാങ്ങുന്ന ആളിന്റെ കയ്യില് ബാക്കി കുറച്ചു തുക വെച്ചു കൊടുക്കുമ്പോ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. വാങ്ങുന്നവരും തൃപ്തരാവില്ല. ചേച്ചി പറയുന്നത് ശരിയാ. ഇനി ഞാൻ ചോദിക്കില്ല. 1 മാസം പിടിച്ചു നിന്ന് കിട്ടിയാ മതി. താങ്ക്സ് ചേച്ചി. എത്ര കിട്ടിയാലും നമ്മുടെ പ്രശ്നങ്ങൾ തീരില്ല. കിട്ടുന്നതുകൊണ്ട് കാര്യങ്ങൾ സാധിച്ചു പോകുന്നതിൽ അമ്മ എടുക്ക് കാണിക്കേണ്ടത്. എന്ന് ചെല്ലേ. രാവിലെ വരാം ചേച്ചി. ഒന്നൊഴിച്ച് നീയും കൂടെ കഴിക്കടാ. 2 മണിക്കൂർ ക്യൂ നിന്ന ഈ സാധനം കിട്ടൂല. കഴിച്ചത് മതി ചേട്ടാ. ചേട്ടൻ ഒരു ഓട്ടോ ഓടിച്ച് വീട്ടിലോട്ട് പോ. ഞാൻ അങ്ങനെ വീട്ടിൽ ചെന്ന് കയറൂടാ. ഇനി ചേട്ടന്റെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. നീ അത് പറയാതെ തന്നെ എനിക്ക് അറിയാടാ. എനിക്കും എന്റെ പിള്ളേർക്കും പെരുവഴി. കിട്ടുന്ന കാശിന് ഞാൻ ആ വീടും പറമ്പും വിറ്റ് അയാളുടെ മുഖത്ത് വലിച്ചെറിയൂടാ. എന്നെ എന്റെ കുടുംബത്തെയും റോഡിലിറക്കി വിടാനാ അയാൾ നോക്കുന്നേ. അത് കണ്ട് അയാൾ സുഖിക്കട്ടടാ. വാടക വീട്ടിൽ കവിഞ്ഞൊന്നും രാജപ്പനും കുടുംബത്തിനും പറഞ്ഞിട്ടില്ല. ഓരോന്നു കണ്ട് മോഹിച്ചത് തെറ്റായി പോയി. മക്കള് കെട്ടുപ്രായം തികഞ്ഞൊന്നും ഞാൻ അറിഞ്ഞില്ല. അവരെയും കൊണ്ടാ. രായപ്പൻ ചേട്ടൻ ഇങ്ങനെ സങ്കടപ്പെട്ട് കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ ഒരുത്തന്റെ മുന്നിലും തല കുനിക്കരുത്. എന്റെ ആശാന നിങ്ങൾ. ഏയ്, തല കുനിക്കാൻ മനസ്സനുവദിക്കാത്ത കൊണ്ടല്ലടാ. അയാളെ എച്ചില് തിരിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുന്നേ. ഞാൻ തോക്കില്ലടാ. തോറ്റാ പിന്നെ ലോറിക്കാരൻ രാജപ്പനില്ല. അടിക്ക് തിരിച്ചടിയല്ലേ നമ്മുടെ രീതി. ഞാൻ പറയുന്നത് രായപ്പൻ ചേട്ടൻ കേൾക്കണം. പിള്ളാരെയും കൊണ്ട് ഇനി ആ വീട്ടിൽ താമസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചേട്ടൻ അയാൾ കള്ളക്കേസ് കുടുക്കി അകത്താക്കും. ചില്ലിക്കാശ് ചേട്ടൻ അയാൾ കൊടുക്കരുത്. വീടും പറമ്പും വിറ്റിടുന്ന കാശ് കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടണം. തമിഴ്നാട്ടിൽ വില്ലുപുരത്താ എന്റെ പെങ്ങള് താമസിക്കുന്നത്. അതിനടുത്ത് എവിടെയെങ്കിലും കുറച്ച് ഭൂമിയും ചെറിയൊരു വീടും നമുക്ക് തപ്പിയെടുക്കാം. അതൊക്കെ ചേട്ടൻ എനിക്ക് വിട്ടു തന്നാൽ മതി. പിള്ളേര് എന്തു പറയുന്നു അറിയില്ലടാ. അവരുടെ സമ്മതം ചോദിച്ചാ ഇതൊന്നും നടക്കില്ല. സംഭവത്തിന്റെ ഗൗരവം അവർക്കറിയില്ല. ചേട്ടൻ ആരെങ്കിലും വിളിച്ച് ആ വീടിന് വില പറഞ്ഞ് കച്ചവടം ഉറപ്പിക്കാൻ നോക്ക്. കുറച്ചു ദിവസം എന്റെ പെങ്ങളെ വിട്ട് നിങ്ങൾക്ക് നിൽക്കാം. ഞാനൊന്ന് ആലോചിക്കണ്ട. ആലോചിക്കാനൊന്നുമില്ല. തമിഴ്നാട്ടിലേക്ക് താമസം മാറിയെന്നല്ലേ ചേട്ടൻ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടന്നത്. അതങ്ങ് സത്യമായെന്ന് കരുത്. അല്ലെങ്കിൽ തന്നെ നമുക്ക് പറ്റിയത് തമിഴ്നാടാ.
നീ എന്താ മോളെ ഓട്ടോ പിടിച്ചു വന്ന്? എന്താ ഇതിനകത്ത്? കുറച്ച് അരിയ സാധനങ്ങളോ. മോളെ ഇതിനൊക്കെയുള്ള കാശ് എവിടെ നിന്ന് കിട്ടി? ഞാൻ സുനന്ദേച്ചിയോട് 2000 രൂപ അഡ്വാൻസ് ചോദിച്ചു. എന്നിട്ട് അവർ തന്നോ? നമ്മുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴാ തന്നത്. എന്തായാലും അവർ നല്ല മനസ്സലിവുള്ള സ്ത്രീയാ. ജോലിക്ക് പോയി തുടങ്ങുന്നതിന് മുമ്പ് 2000 രൂപ വേറെ ആര് തരാനാ? അമ്മ ഇതൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കേ. ആദ്യം അരി അടപ്പത്തിടാം. നീ ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചോ? കുറച്ച് ഗോതമ്പ് മാവിരുന്നു. അമ്മ പുട്ടുണ്ടാക്കി തന്നു. നീ എന്ത് കഴിച്ചു? ചോറെടുക്കാൻ മറന്നുപോയെന്ന് ഞാൻ പറഞ്ഞു. സിന്ധു മോളിയും കൊണ്ടുവന്ന ചോറിന്ന് എനിക്കും കൂടി തന്നു. നീ വിശന്നിരിക്കുവാണല്ലോ എന്ന് ഓർത്താ ഞാൻ കഴിച്ചത്. നിന്റെ മനസ്സൊന്ന് മാറ്റാൻ കഴിയാതെ അച്ചുവെച്ച് പോയതെങ്കിൽ ഞാനും അമ്മ എന്ത് ചെയ്തേനെ? നീ വാ. നീ ആ ചന്ദ്രി അവൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്. അവൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. അതുപോലൊക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? ആശുപത്രി കൊണ്ടുപോകാനെന്നും പറഞ്ഞ് ഇനി എന്നെ വിളിച്ചേക്കരുത്. നിന്റെ മനക്കെട്ടിയൊന്നും എനിക്കില്ല. അടുത്ത ആഴ്ച ആംബ്രോസ് അങ്ങോട്ട് വരും. അവളെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ പണിക്കൊന്നും പോകരുത്, പറഞ്ഞേക്കാം. എന്നാ ഫോൺ വെച്ചോ.